ഹലോ കുട്ടികളെ, അപ്പം നമ്മൾ +2 എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ കീമിനോ നീറ്റിനോ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ കുട്ടികൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ഉടൻ തന്നെ വരും. ഓൾമോസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. 1-2 ഡേറ്റ് അൺഒഫീഷ്യലായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വരും. കാരണം ഓൾമോസ്റ്റ് +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വാല്യുവേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതിയിട്ടുള്ളത് ഒന്ന് ഇംഗ്ലീഷും ഒന്ന് മാത്സുമാണ് കൂടുതൽ കുട്ടികൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയിട്ടുള്ളത്. കെമിസ്ട്രിയും ഫിസിക്സും എഴുതിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം കെമിസ്ട്രിയും ഫിസിക്സും വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് അധികം കുട്ടികൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് കഴിഞ്ഞ വർഷം മാത്സ് നല്ല രീതിയിൽ ടഫായിരുന്നു. ഓക്കെ, +1 നിങ്ങളെ +2 കുട്ടികളുടെ +1 മാത്സ് നല്ല ടഫായപ്പം ഒരുപാട് കുട്ടികൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളെ ഭാഗ്യം എന്ന് വെച്ചാൽ ഈ വർഷത്തെ +1 മാത്സ് എക്സാം നല്ല ഈസി ആയിരുന്നത് കൊണ്ട്, നല്ല കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നത് കൊണ്ട് +2 കുട്ടികൾ ഒരുപാട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരുന്നു. നിങ്ങൾക്ക് 100% +1 എന്താണ് മുമ്പ് കിട്ടിയതിനേക്കാളും മാർക്ക് കൂടുമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞായിരുന്നു. വാല്യുവേഷനിലെ ടീച്ചേഴ്സിൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചും +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടിലെ മാത്സ് വാല്യുവേഷൻ കുട്ടികൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, നല്ല രീതിയിൽ കുട്ടികൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കുട്ടികൾക്ക് ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം വളരെ സന്തോഷം. അപ്പം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. എല്ലാവർക്കും മാത്സ് ഷുവറായിട്ട് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആവും. പിന്നെ കെമിസ്ട്രി കുറച്ച് ടഫൊക്കെ ആയിരുന്നു, എന്നാലും ഇമ്പ്രൂവ് ആവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മാത്സ് 100% നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുമെന്നാണ് നിലവിൽ അറിഞ്ഞിരിക്കുന്നത്. നല്ല മാർക്കും ഫുൾ മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട് നിലവിൽ. ഓക്കെ, മീൻസ് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് കഴിഞ്ഞ ശേഷം. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ഈ മാസം 20-ാം തീയതി വരുമെന്ന് പറയുന്നുണ്ട്. അത് അൺഒഫീഷ്യൽ ഡേറ്റ് ആണ്, കൺഫർമേഷൻ അല്ല. 1-2 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഡേറ്റാണ്. ഈ മാസം 20-ാം തീയതി വരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും മെയ് ഫസ്റ്റ് വീക്കിനുള്ളിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിരിക്കും. കാരണം +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ മാസം 20-ാം തീയതി വരുമെന്ന് അൺഒഫീഷ്യലായിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് 19-ാം തീയതി 20-ാം തീയതിയും സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, റിസൾട്ടിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ലിങ്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ 20-ാം തീയതി തന്നെ റിസൾട്ട് വരും. അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കിന് മുമ്പായിട്ട് തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് വന്നിരിക്കും. ആൻഡ് നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. +1 ഇമ്പ്രൂവ്മെൻറ്റേ വരുള്ളൂ. +1 മെയിൻ റിസൾട്ട് വരത്തില്ല. ഈ +2 കുട്ടികളുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ആദ്യം വരും. അത് കഴിഞ്ഞ് +2 റിസൾട്ട് വന്ന് അത് കഴിഞ്ഞ് +1 മെയിൻ റിസൾട്ട് വരും കേട്ടോ. അപ്പം നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. കാരണം എന്താണ്, നിങ്ങളുടെ വാല്യുവേഷൻ +1 വാല്യുവേഷൻ ടഫൊന്നുമല്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ 100% നിങ്ങൾ റീവാല്യൂഷൻ കൊടുക്കണം കേട്ടോ. 100% നിങ്ങൾ എന്ത് ചെയ്യണം, റീവാല്യൂഷൻ കൊടുക്കണം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയില്ല. കാരണം +1 ഇമ്പ്രൂവ്മെൻറ്റ് വാല്യുവേഷൻ ടഫൊന്നുമല്ല, സിംഗിൾ വാല്യുവേഷനാണ്. സോ നിങ്ങൾ വീണ്ടും റീവാല്യൂഷൻ കൊടുക്കുമ്പോൾ കിട്ടിയ മാർക്കിനേക്കാളും കൂടാൻ വീണ്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ റീവാല്യൂഷൻ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയില്ലെങ്കിൽ റീവാല്യൂഷൻ കൊടുക്കണം കേട്ടോ. അപ്പം ഈ മാസം ഏപ്രിൽ 20 എന്ന് പറയുന്നുണ്ട്. ഇത് അൺഒഫീഷ്യലാണ്, കൺഫേം ഉള്ള ഡേറ്റ് അല്ല. മോസ്റ്റ് പ്രോബബ്ലി മെയ് ഫസ്റ്റ് വീക്കിനുള്ളിൽ വരും. ഏപ്രിൽ 20 അവിടെ ഇവിടെ നിന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കന്ന് റിസൾട്ട് വരുമോ ഇല്ലയോ നോക്കാം. അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കിന് മുമ്പ് എന്ത് ചെയ്യും, റിസൾട്ട് വന്നിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ഓക്കെ.